നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭ കാര്യാലയത്തിന് മുന്നിലാണ്. നഗരസഭയിൽ നല്ല ഇലക്ഷൻ ചൂടിലാണ്. നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ ജഗതി വാർഡിലെ പൂജപ്പുര രാധാകൃഷ്ണൻ സാറിനെയാണ്. പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ അദ്ദേഹം ആരാണെന്ന്. ഒരു സിനിമാ നടൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം സാർ. സാറൊരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ എല്ലാവരും അറിയും. എനിക്കൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ പലരും അറിയത്തില്ല. ഇവിടുത്തെ കോൺഗ്രസ് ബിയുടെ കേരള കോൺഗ്രസ് ബിയുടെ പിന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. തീർച്ചയായിട്ടും. അന്നേരം ഈ ഒരു ഇലക്ഷനിലേക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായിട്ടാണ് ഇപ്പം വന്നത്. ഈ സമയത്ത് നമുക്ക് സമയമില്ലാത്ത സമയത്തും നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇലക്ഷനെ എങ്ങനെയാണ്, ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണാനൊന്നുമില്ല. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. ശ്രീ പിണറായി വിജയൻ സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സാധുക്കളെയും എത്രയോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കൊടുക്കും. അപ്പോൾ ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് ഇപ്പം തന്നെ ഇരിക്കുന്നത്. കഴിഞ്ഞ ആര്യ രാജേന്ദ്രൻ്റെ സമയത്ത് ഒരുപാട് നമുക്ക് നമ്മുടെ കൺമുൻപിൽ തന്നെ കാണാം. നമുക്ക് പല കാര്യങ്ങൾ ചെയ്തു. അന്തർദേശീയമായിട്ടും ദേശീയമായിട്ടുള്ള അവാർഡുകളെല്ലാം വന്നു. അപ്പം അതുപോലെ പിന്നെ നമ്മളെ 16-ൽ വന്ന് 21-ൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തന്നെ ഇരിക്കണം. വിഴിഞ്ഞം തുറമുഖവും പിന്നെ ഗെയിൽ പൈപ്പും അതേപോലെ മെട്രോയും ഇതെല്ലാം അങ്ങ് മാറി വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ ഒക്കില്ല. അതേപോലെ ഏറ്റവും ഒരു ദുര്യോഗമുള്ള ഒരു സമയത്താണ് ഈ ഭരണം വന്നത്. എങ്ങനെ 14-ൽ വന്നപ്പം 18-ല് ഒരു ദുര്യോഗം ഉണ്ടായി, നല്ല ഫ്ലഡ് വന്നു. അതേപോലെ 18-ൽ വന്നിട്ട് വീണ്ടും ഒരു ദൂരം. അത് കഴിഞ്ഞിട്ട് 19 വന്നപ്പോൾ കോവിഡായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മാനസികമായിട്ട് എല്ലാം തകർന്ന് തരിപ്പണമായി ഇരിക്കേണ്ട ഒരു മൂഡിൽ പിന്നെ വേണ്ട രീതിയിലുള്ള സഹായവും കേന്ദ്ര ഗവൺമെൻറ്റും തന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് മറ്റു തരത്തിലുള്ള പിടിച്ചു നിന്നു. അത് സമ്മതിക്കാതിരിക്കാം. അപ്പം അതിൻ്റെ കണ്ടിന്യൂറ്റി വന്നതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഈ ആളുകൾ എന്തൊക്കെ കിടന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ മാറ്റങ്ങളും ഒക്കെ നമ്മൾ കാണാൻ ബാധ്യസ്ഥരാണ്. ഇല്ലാന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പേര് നിർദ്ദേശിച്ചപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് കെ പി ഗണേഷ് കുമാർ സാറല്ലേ നിർദ്ദേശിച്ചത്? അപ്പോൾ എന്താണ് പ്രത്യേകിച്ച് പെട്ടെന്ന് എന്താ തോന്നിയത്? ഞാൻ ഇതിൽ എനിക്കത്ര ഈ രാഷ്ട്രീയമായിട്ട് എനിക്ക് ഇലക്ഷനൊന്നും നിൽക്കാനൊന്നും അത്ര ഒരു ഇതൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ പിന്നെ കേരള കോൺഗ്രസ് ബിയുടെ ഇത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെയും വന്നിട്ടില്ല. പ്രത്യേകിച്ച് കോർപ്പറേഷനിലെ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു അവസരം കേരള കോൺഗ്രസ് ബിയുടെ പ്രവർത്തകർക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്ന് അതും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് വന്നപ്പോൾ പിന്നെ അവരെ നിർദ്ദേശവും നമ്മുടെ നിർദ്ദേശവും എല്ലാം ഒരു അറിയുന്ന മുഖമുള്ള ഒരാളാണെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുള്ളൂ എന്നുള്ള അവരുടെ ഒരു ധാരണയാണ്. നമ്മുടെ ജഗതി ശ്രീകുമാറിൻ്റെ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റിയതിൽ എന്താണ് സന്തോഷമുണ്ടോ? എന്താണ് പറയുന്നത്? ജഗതിച്ചേട്ടൻ്റെ എൻ്റെ അമ്പിളിച്ചേട്ടൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റിയത് വിചാരിച്ചിരിക്കാതെ കിട്ടിയ ഒരു അനുഭൂതിയാണ്. അത് സത്യം പറഞ്ഞാൽ അദ്ദേഹമായിട്ട് അമ്പിളിച്ചേട്ടനുമായിട്ടാണ് എത്രയോ പടങ്ങൾ അഭിനയിച്ചത്. ഇന്നും ആ പടത്തിൻ്റെ തീർന്നില്ല. 30-35 വർഷമായ ഒരു പടം ഉത്സവമേളം എന്ന് പറയുന്ന ആ ഒരു പടത്തിലെ ഒരു പാട്ട് പല ഭാഷകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഷകൾ. അതിങ്ങനെ കാണുമ്പോഴെല്ലാം എന്നെ ആ ഒരു ഇതോട് കാണും. അത് അവരുടെ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ്. അമ്പിളിച്ചേട്ടനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഭാഗം എനിക്കും കിട്ടുന്നു എന്നുള്ളതാണ്. അതേപോലെ അമ്പിളിച്ചേട്ടൻ്റെ ഒരുപാട് പല ഇതിലും ഞാൻ ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു കാര്യം. പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെ നടക്കുന്നത്? പ്രചാരണ പരിപാടികളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഏത് വീട്ടിൽ പോയാലും അവരുടെ എല്ലാം മുഖം തെളിയുന്നതും അവർ തീർച്ചയായിട്ടും വോട്ട് തരും എന്ന് പറയുന്നതും ഒക്കെ വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. നമ്മുടെ BJPയുടെ
സിറ്റിംഗ് സീറ്റ് ആണ് അല്ലേ? 3 വർഷമായിട്ട് BJP ഭരിക്കുകയാണ്. അപ്പൊ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലേ? 3 വട്ടമായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ഈ ഇത്രയും വട്ടമായിട്ടും അവരൊന്നും ഇത് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാം, ശരിക്കും പറയാം. പക്ഷെ എന്ത് പറഞ്ഞാലും പിന്നെ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാകണം, അത്രേ ഞാൻ പറയുള്ളൂ. നമ്മളെ മുമ്പ് മൂവിയിലെ നയൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ രാഷ്ട്രീയക്കാരന്റെ റോൾ അഭിനയിച്ചിരുന്നു അല്ലേ? നയൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ലയൻ. ഓക്കെ. അന്നേരം ലയൻ എന്ന് പറയുന്നത് നമ്മുടെ ജോഷി സാറിന്റെ പടമായിരുന്നു. ഓക്കെ. അപ്പൊ ആ റോളിൽ നിന്ന് യഥാർത്ഥ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള ഒരു റോളിലേക്ക് വന്നപ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ ഇങ്ങനെ ഈ റോളിൽ വരും, ഈ രാഷ്ട്രീയക്കാരനായിട്ട് ഇത്രയും ഗംഭീരമായിട്ട് തിരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് അതിൻ്റെ ആ ഒരു ഇതിൽ എത്തുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ഈ എന്നെക്കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അതിനുള്ള ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ ആഗ്രഹമാണ്. അപ്പം ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആത്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാക്കി, അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ്. അപ്പം അത് ഉണ്ടാക്കിയതാണ്. അതിലെ ആളുകളെല്ലാം കൂടെ കൂടിച്ചേർത്ത്, കാരണം ഒരുപാട് അൺഡിസിപ്ലിൻഡായിട്ട് കിടന്നിരുന്ന ഒരു സംഘടനയാണ്. തോന്നും പോലെ എല്ലാം ഡേറ്റ് കൊടുക്കലും ഷൂട്ട് ചെയ്യലും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനൊരു പ്രോംപ്റ്റായിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആക്കിയത് നമ്മുടെ ഈ സംഘടന വന്നതുകൊണ്ടാണ്. ആ സംഘടന വന്നതുകൊണ്ട് മാത്രമല്ല, ബഹുമാനിതനായ ഇന്നത്തെ പിന്നെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.വി. ഗണേഷ് കുമാറിൻ്റെ നേതൃത്വം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിട്ടയും അടുക്കം, പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്യാനുള്ള ഒരു ആർജവവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സംഗതി ഇത്രയും ഗംഭീരമായിട്ട് വന്നത്. അതുകൊണ്ടാണല്ലോ അമ്മയും വന്ന് അമ്മ ഉണ്ടാക്കിയപ്പോഴും അദ്ദേഹം അതിൻ്റേതായ രീതിയിൽ ചെയ്തു. ഞാൻ അമ്മയുടെയും ആ സംഘടനയുടെ അതിലുള്ളതാണ്. ഇപ്പം തന്നെ എനിക്ക് ഇപ്പോഴത്തെ ഭരണകക്ഷിയെ, അതായത് ഈ ഭരിക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, അമ്മയിലുള്ള പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരെയും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് വരെ നമ്മൾ വർഷങ്ങളായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ രൂപത്തിൽ വന്നത്. മറ്റേ എളുപ്പം അങ്ങ് മാറുമായിരുന്നു. അമ്മയിലും അങ്ങനെ പല പൊട്ടിത്തെറികളും പല ഇതുകളും ഒക്കെ ഇപ്പോഴുണ്ടാവും എന്നെല്ലാം പറഞ്ഞിരുന്ന സമയത്തെല്ലാം സംഗതി അങ്ങനെ വളരെ മൈൽഡായിട്ട് തീർന്നു. ചിഹ്നത്തിലല്ലേ മത്സരിക്കുന്നത്? ബസ്സിന്റെ ചിഹ്നം. ബസ് ഒരു മനുഷ്യരും മറക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ബസ്സിന് വേണ്ടി അത്രമാത്രം കാര്യങ്ങൾ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്, പ്രത്യേകിച്ച് അതിലെ ഭാഗവാക്കായ ശ്രീ കെ.വി. ഗണേഷ് കുമാർ ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ വിരൽത്തുമ്പിലിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ജനങ്ങൾ ബസ് മറക്കില്ല. അത്രമാത്രം ഒരു മനുഷ്യർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യുക. ഇത്രയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ചൂടിനിടയിലും ഇത്ര സമയക്കുറവിനിടയിലും നമുക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിന് ഒരുപാട് നന്ദി. അപ്പം എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എൻ്റെ വാക്ക് 2 വാക്ക് ജനങ്ങളെ കേൾപ്പിച്ചു കൊടുത്തതിന് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ കാണുന്ന ആൾക്കാർക്കും എല്ലാം എൻ്റെ വിനീത നമസ്കാരം. നമുക്ക് വീണ്ടും ഇനി അടുത്തൊരു സ്ഥാനാർത്ഥിയായിട്ട് കണ്ടുമുട്ടാം. സാഗ് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ അതുല്യ.